ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന BNPT ഇന്തോനേഷ്യൻ തീവ്രവാദ വിരുദ്ധ വകുപ്പിന്റെ നാഷണൽ വർക്കിംഗ് മീറ്റിംഗിൽ വെച്ചാണ് ഇന്തോനേഷ്യയിലെ സ്ത്രീകളെയും യുവജനങ്ങളെയും വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നുവെന്ന വിലയിരുത്തലുണ്ടായത്. ഇന്തോനേഷ്യയിൽ മതപരമായ അസഹിഷ്ണുത പ്രകടമാക്കുന്ന കൗമാരക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2016-2023 കാലഘട്ടത്തിൽ സജീവമായി അസഹിഷ്ണുത പുലർത്തുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ 2.5% നിന്ന് 5% വർധനവുണ്ടായതായി സൊറോട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് പീസിന്റെ പഠനത്തിൽ പറയുന്നു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള 50 രാജ്യങ്ങളുടെ പട്ടികയിൽ 42ാം സ്ഥാനമാണ് ഇന്തോനേഷ്യക്കുള്ളത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കിയിട്ടുള്ള മേഖലകളിൽ നിന്നും സാധാരണക്കാരായ പൗരന്മാരെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്തോനേഷ്യൻ തീവ്രവാദ വിരുദ്ധ വകുപ്പ്.